പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ we find them singing and praising God. അവർ പാടിയും ആനന്ദിച്ചും കൊണ്ടുപോവുകയാണ്. Remembering God and God's goodness in their life. ദൈവത്തെയും ദൈവത്തിന്റെ നന്മകളെയും അവരെ ഓർത്തുകൊണ്ടുപോവുകയാണ്. May I remind you once again, these are known as songs of degrees. ഇവിടെ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ആരോഹണ ഗീതങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Songs of ascending or ascension. അവരെ മുമ്പോട്ട് കയറിപ്പോകുന്ന ആ സന്ദർഭത്തിലുള്ള പാട്ടുകൾ. Whenever Jerusalem is mentioned in the Bible, യെരുശലേമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ it is always mentioned a journey which is upward. അതെപ്പോഴും കയറിപ്പോകുന്ന അനുഭവമാണ്. 2,700 feet sea level they had to go upward. ഏതാണ്ട് 2070 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണത്. Beloved, our journey as a believer is always upward. പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ യാത്ര എപ്പോഴും മുകളിലേക്കുള്ളതാണ്. Difficulties are there. എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. Trials are there. നമുക്ക് എതിരായിട്ട് പ്രതികൂലങ്ങൾ ഉണ്ടാകാം. Death and bereavements are there. അതിന്റെ മധ്യത്തിൽ മരണവും വേർപാടും ഉണ്ടായേക്കാം. Do you have that joy of going or ascending up unto God? എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടിയുള്ള സന്തോഷം നമ്മെ ഭരിക്കുന്നുണ്ടോ? Is there a joy in your heart as a family when you go to the house of God? ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുടുംബമായ ഒരു സന്തോഷം അനുഭവിക്കുവാൻ How കഴിയുന്നുണ്ടോ? good it will be if we sing praises to God and go to the house of God. നാം ഒരുമിച്ച് സന്തോഷത്തോടുകൂടി സ്തോത്രത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുമെങ്കിൽ അത് എത്ര അഭികാമ്യമാണ്. Here are these people going to the house of God. ഇവിടെ ഇതാ ഈ ജനം ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് പോകുകയാണ്. And it is expected of us as we live in this wilderness journey നാം ഈ മരുഭൂമി യാത്ര കഴിഞ്ഞ് ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ that we might continue to sing praises to God. ദൈവത്തിന് നാം സ്തുതിസ്തോത്രങ്ങൾ ആലപിക്കുവാൻ കടപ്പെട്ടവരായി If തീരുകയാണ്. the historical account that is given to us is correct, ആ ചരിത്രപരമായിട്ടുള്ള രേഖകൾ ശരിയായി വരികയാണെങ്കിൽ after the death of Solomon the king, ശലോമോൻ രാജാവിന്റെ മരണത്തിന് ശേഷം in 930 BC, we know that the people of Israel were divided into two. 930 BC-യിൽ ഇസ്രായേൽ രാഷ്ട്രം രണ്ടായിട്ട് വിഭജിക്കപ്പെടുവാനിടയായി തീർന്നു. 722 BC, the Assyrian army came over Jerusalem. 720 BC-യിൽ അശൂർ യെരുശലേമിനെതിരായിട്ട് വരുവാനിടയായി തീർന്നു. The enemy has surrounded the city of Jerusalem. യെരുശലേമിന് ചുറ്റും ഈ ശത്രു പാളയമിറങ്ങി. All people inside were shivering. അതിനുള്ളിലുള്ള ആളുകൾ മുഴുവൻ വിറയ്ക്കുവാനിടയായി There തീർന്നു. was no way of escape for them. അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് ഒരു മാർഗവും ഉണ്ടായില്ല. No way of help for them. അവർക്ക് സഹായത്തിന്റെ ഒരു ഹസ്തവും നീട്ടുവാൻ There ആരും were only ഉണ്ടായില്ല. two alternatives for them. Only two alternatives for അവരെ them. സംബന്ധിച്ചിടത്തോളം രണ്ട് മാർഗങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. Either they have to surrender to the enemy, ഒന്നുകിൽ ഈ ശത്രുവിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി or കൊടുക്കുക, otherwise to be allowed to be sieged by the enemy. അല്ലെങ്കിൽ ഈ ശത്രു അവരെ സംഹരിക്കുവാനായിട്ട് അവർക്ക് പിടിച്ചെടുക്കുവാനായിട്ട് അനുവദിക്കുക. There was fear. അവരുടെ മധ്യത്തിൽ ഭയമുണ്ടായി. There was famine. അവിടെ പട്ടിണി ഉണ്ടായി. There were problems and difficulties. അവരുടെ മധ്യത്തിൽ വലിയ പ്രതികൂലങ്ങൾ It is ഉണ്ടായി. said that in situation like that, this psalm was written. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ എഴുതിയ മനോഹരമായ സങ്കീർത്തനമാണിത്. And how does the song begin? എങ്ങനെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്? Look at verse 1 itself. ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. He says, I will lift up mine eyes unto the hills. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. From whence cometh my help? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? Beloved, I repeat once again. ഞാൻ വീണ്ടും അത് ആവർത്തിക്കട്ടെ. Because most of us live in this world which is full of troubles and trials. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാത്രമുള്ള ലോകമാണ്. And we have a mistaken idea in our mind. നമ്മുടെ മനസ്സിൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. What is that mistaken idea? എന്താണ് ആ ധാരണ? Many of them say, പലപ്പോഴും ആളുകൾ പറയുന്നത് presence of trouble in our life is absence of God in our life. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. It is not like that. എന്നാൽ അങ്ങനെയല്ല വസ്തുത. Trials might come. പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം. Difficulties might come. പരീക്ഷകളും പ്രതികൂലങ്ങളും ഉണ്ടാകാം. They that look unto the Lord shall find their help from Jehovah the God. എന്നാൽ യഹോവയെങ്കിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നവർക്ക് അവിടെ നിന്ന് സഹായം വരുവാനായിട്ടിടയായി തീരും. This evening I would like to bring 3 truths before you. ഇന്ന് രാത്രിയിൽ 3 സത്യങ്ങൾ ആ നിലയിൽ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. What is the psalmist beginning that psalm with? ഈ സങ്കീർത്തനക്കാരൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? From whence cometh my help? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? You need help. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. I need help. എനിക്ക് സഹായം ആവശ്യമുണ്ട്. We know the help of man is how short it is. മനുഷ്യന്റെ സഹായം എത്രയോ പരിമിതമാണെന്ന് നമുക്കറിയാം. Help of money, how short it is. പണത്തിന്റെ സഹായം എത്രയോ ചെറുതാണ്. We have looked for help everywhere. നാം പലപ്പോഴും സഹായത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് നോക്കാറുണ്ട്. But look for the help that psalmist is looking unto. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ നോക്കുന്ന സഹായം എവിടെയാണെന്ന് അറിയാമോ? And look at verse 2. രണ്ടാമത്തെ വാക്യത്തിൽ He says, my help cometh from the Lord. എന്റെ സഹായം
ദൈവത്തിൽ നിന്ന് വരുന്നു. He is mindful of the Lord in his life. തന്റെ ജീവിതത്തിൽ യഹോവയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് How തനിക്കുണ്ടായിരുന്നു. good it will be if you and I are mindful of the Lord in our life. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു. Look at verse 2. രണ്ടാമത്തെ വാക്യത്തിൽ വീണ്ടും നോക്കാം. He says, the Lord is my help. യഹോവയാണ് എന്റെ സഹായം. Look at verse 5. അഞ്ചാമത്തെ The വാക്യം, Lord is thy keeper. യഹോവ നിന്റെ പരിപാലകൻ. Look at verse 7. ഏഴാമത്തെ വാക്യത്തിൽ, The Lord shall preserve thee. യഹോവ നിന്നെ പരിപാലിക്കും. Look at verse 8. എട്ടാമത്തെ വാക്യത്തിൽ, The Lord shall preserve thy going out. നിന്റെ പോക്കുവരവിൽ യഹോവ നിന്നെ സൂക്ഷിക്കും. The Lord, the Lord, the Lord. Psalmist is mindful of the Lord in his life. ഈ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിൽ യഹോവയെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് ഉൾക്കൊള്ളുന്നവനായിരുന്നു. The first truth that you and I want to learn this evening is, ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, the Lord is watching over us. നമ്മെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That speaks about his providence to us. നമുക്കുള്ള കരുതലിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Bible says the eyes of the Lord are over the righteous and his ears are attentive to their cry. ദൈവവചനം പറയുന്നത് നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ കണ്ണുനീരിന് ദൈവം ചെവി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. The Lord is the one should be mindful of your life and my life. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച് ശരിയായ അറിവുള്ളവനാണ് ദൈവം. Now, as most of us do, Psalmist also has done in his life. ഈ നാം പലപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ സങ്കീർത്തനക്കാരനും അങ്ങനെ ചെയ്തു എന്ന് തോന്നാം. He looked at every place but to the right place. താൻ പലയിടത്തേക്ക് നോക്കിയെങ്കിലും ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് നോക്കി. He also tried everything but also the right thing. പല കാര്യങ്ങളെ കുറിച്ച് നാം നോക്കിയെങ്കിലും ശരിയായിട്ടുള്ള കാര്യത്തിലേക്കും താൻ He ശ്രദ്ധ has തിരിച്ചു. consulted many persons but also the right person. അനേകരെ താൻ അതിനുവേണ്ടി അഭിമുഖീകരിച്ചെങ്കിലും ശരിയായിട്ടുള്ള വ്യക്തിയുമായിട്ട് അഭിമുഖീകരിക്കുവാൻ അവന് കഴിഞ്ഞു. Because whenever he went other than the Lord, he found a dead end in that. എന്നാൽ ദൈവത്തെ ഒഴിവാക്കി താൻ പോയ സ്ഥാനത്തെല്ലാം അത് അവസാനിക്കുന്നതായിട്ട് തനിക്ക് കാണുവാൻ കഴിഞ്ഞു. There was dead end other than the Lord for help in his life. തന്റെ ജീവിതത്തിൽ സഹായത്തിനുള്ള സ്ഥാനം ദൈവമല്ലാതിരുന്നതെല്ലാം അത് അവസാനിക്കുന്ന സ്ഥാനങ്ങളായിരുന്നു. Good thing that he did is he went to the right place. ഇവൻ പോയത് ശരിയായിട്ടുള്ള പാതയിലാണ്. He went to the right person. ശരിയായിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്കാണ് And ഇവൻ he did പോയത്. the right thing in his life. തന്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള കാര്യത്തിൽ താൻ ഏർപ്പെടുവാനിടയായി What is തീർന്നു. that right thing he has done? അവൻ ചെയ്ത ശരിയായിട്ടുള്ള കാര്യം എന്താണ്? My help cometh from the Lord. എനിക്ക് സഹായം ദൈവത്തിങ്കിൽ നിന്ന് May I വരുന്നു. remind you, beloved brethren, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, they that look to the Lord shall never be put to shame. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ ഒരിക്കലും അപമാനിതരായി തീരുവാനിടയായി The തീർന്നു. Lord will look unto their needs and will provide their help. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് കൊടുക്കുവാനും ദൈവത്തിന് കഴിയും. That is not the end of it. അതിന് അവസാനമല്ല. Because Psalmist goes on talking about the watching of the Lord over his people. തന്റെ ജനത്തിന്റെ മേലുള്ള തന്റെ ആ നോട്ടത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്. In each of those 3 verses, he talks about the 3 areas of watching. താൻ ദൈവത്തിന്റെ ആ നോട്ടത്തെ കുറിച്ച് 3 വാക്യങ്ങളിൽ 3 വിധത്തിൽ പറയുകയാണ്. When he says, my help cometh from the Lord, ദൈവത്തിങ്കിൽ നിന്ന് എന്റെ സഹായം വരുന്നു എന്ന് പറയുമ്പോൾ what kind of Lord? ഏത് തരത്തിലുള്ള ഒരു യഹോവയാണ്? Who is this God? ഈ ദൈവം ആരാണ്? Same verse 2 will tell us, രണ്ടാമത്തെ വാക്യം അത് പറയും, my help cometh from the Lord which made heaven and earth. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. Creator God is providing the succor and help of the people of God. സൃഷ്ടാവായ ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ്. In other words, he wants to say to us, എന്നാൽ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് the എങ്ങനെയാണ്? Lord who is watching over his people, തന്റെ ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം he is able to comfort his people. തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ അവന് കഴിയും. Because he is a creator God, അവൻ സൃഷ്ടാവായ ദൈവമാണ്. he takes care of his creation. തന്റെ സൃഷ്ടിയുടെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നവനാണ് ആ ദൈവം. Did not he do the same thing when he created the whole world, the universe? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്തോ? Before he created man and women, മനുഷ്യനെയും സ്ത്രീയെയും ഉണ്ടാക്കുന്നതിന് മുമ്പായി he created everything that was needed for their അവർക്ക് sustenance. ആവശ്യമുള്ളതെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് അവരെ സൃഷ്ടിച്ചത്. 5 days he created all that was needed. അവർക്ക് ആവശ്യമുള്ളതെല്ലാം 5 ദിവസം കൊണ്ട് താൻ സൃഷ്ടിച്ചു. And on the 6th day God created man. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. And that's why man is sustained by the creator God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സംരക്ഷണത്തിൽ അവനായിരിക്കുവാൻ കഴിഞ്ഞത്. Beloved, who is our caring person? ആരാണ് നമ്മെ ശരിയായി നോക്കുന്നവൻ? The creator God is able to comfort us. ഈ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. When you talk about the creator God, നാം സൃഷ്ടാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ there are many things we can pick up from the creation and talk about it. ഈ സൃഷ്ടിയിൽ നിന്ന് അനേക കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുവാൻ കഴിയും. Let me just talk one incident of it. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. As the astronomers look at the heaven,
വാനശാസ്ത്രജ്ഞന്മാർ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ and they consider one big star, an average star, the sun itself. അവരെ സൂര്യനെ പോലെയുള്ള ഒരു ഗ്രഹത്തെ കാണുമ്പോൾ The diameter of sun is said to be 864,000 miles. 840 ലക്ഷം മൈൽ നീളമുള്ളതാണ് ഈ സൂര്യന്റെ വ്യാസം എന്ന് പറയുന്നത്. But for them, sun is only an average star. അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നാണ്. But sun's diameter is 864,000 miles. 840 ലക്ഷം മൈൽ നീളമുള്ളതാണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. Every square of that sun is filled with lots of energies. അതിന്റെ ഓരോ സ്ക്വയറിലും അനേക ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. Millions of tons of hydrogen gas is burned continuously. അവിടെ എപ്പോഴും അനേക ടൺ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The temperature is said to be 25 million degree Fahrenheit. ഏതാണ്ട് 25 million degree Fahrenheit. 250 മില്യൺ ഫാരൻഹീറ്റിലാണ് ആ ചൂട് And ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. the scientists estimate like this. ശാസ്ത്രജ്ഞന്മാർ അതിനെ കുറിച്ച് കണക്കുകൂട്ടിയിരിക്കുന്നത് If the ഇങ്ങനെയാണ്. sun goes on burning at this speed, ഈ നിലയിൽ ഈ സൂര്യനിലെ ഈ താപം ഇത് കത്തി it എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ can continue burning for 50 billion years. ഏതാണ്ട് 50 ബില്യൺ 500 കോടി വർഷങ്ങളിൽ അതിനങ്ങനെ നിൽക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. Why I am giving these statistics to you? എന്തുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ? This is only a smallest of all creation in the universe there. ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിയിൽ ഏറ്റവും ചെറിയതിലൊന്നാണ് ഈ സൂര്യൻ. As far as God is concerned, എന്നാൽ ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ and such a God before whom what is your trouble and what is my trial? ഇത്ര വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രശ്നം എന്താണ്? That's what Psalmist says here. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ My ചോദിക്കുന്നത്, help cometh from the Lord, who is the creator of heaven and earth. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. The Lord is watching over you and me. എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം, And the Lord who is watching over us, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം, beloved, he being a creator God, സൃഷ്ടാവായ